ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസം മുന്നേ ഞാൻ കഴിഞ്ഞ 19 വർഷമായിട്ടും ഇവിടെ ഇരുന്നു കൊണ്ട് ആദ്യം പറയുന്നത് ഓം ഗം ഗണപതിയേ നമഃ എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് ഗണപതിക്ക് അഗ്നിയിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തി. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, വീട്ടിൽ വെച്ച് സ്ഥിരമായി ലഡു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഗണപതിക്ക് അഗ്നിയിൽ കൊടുക്കണമെന്നാണ്. അത് വന്നിട്ട് ഭക്തിപൂർവമാണെങ്കിൽ വന്ന് ഭുജിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഇതം ന മമ, അതാണ് ഏത് ഹവനത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന തത്വം. ഇതൊന്നും എൻ്റേതല്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എല്ലാം അർപ്പിക്കുന്നത് അഗ്നിയിലാണ്. അഗ്നേ ഇതം ന മമ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ ഇത്. കാരണം ഏത് ഹോമത്തിനും അഗ്നി ദേവനാണ് അതെത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. നമുക്കിതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അപ്പോൾ അഗ്നിയിൽ അർപ്പിക്കുന്നു. അങ്ങനെ അഗ്നി ഭഗവാനാണ്, അഗ്നിദേവനാണ്. പിന്നെ അത് ഓരോരുത്തർക്കും ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ദേവിയുടെ ചണ്ഡികാഹോമമായാലും അഗ്നിയിലേക്കാണ് പായസം കൊടുക്കുക. ഗണപതിക്ക് ഹവിസ്സാണ്, കൊട്ടത്തേങ്ങയാണ് പ്രധാനം. ബാക്കി 7 ദ്രവ്യങ്ങളും കൂടി അതിലുണ്ടാവും, 8 ദ്രവ്യങ്ങൾ. പിന്നെ അതിൽ 1/3 ഗണപതിക്ക് കൊടുക്കും, ബാക്കി നമ്മൾ നാട്ടുകാർ തിന്നു. അതാണ് ഭക്തന്മാർ വന്ന് തിന്നു. അതങ്ങനെയാണ് അതിൻ്റെ കണക്ക്. 1/3 അഗ്നിയിൽ അർപ്പിക്കണം. എല്ലാ അഗ്നിയിൽ അർപ്പിച്ചാൽ പിന്നെ നമുക്ക് തിന്നാനുണ്ടാവില്ലല്ലോ. ബാക്കി അതിൻ്റെ 2 ഭാഗം ഭക്തജനങ്ങൾ ഭക്ഷിച്ചോളുക. നല്ല വിറ്റാമിനുള്ള സാധനമാണല്ലോ. നാരുള്ള ഭക്ഷണം കഴിക്കാനല്ലേ ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫൈബർ, നാര് ഇഷ്ടംപോലെ അടങ്ങിയിട്ടുണ്ട്. കരിമ്പ് മുതൽ മുന്തിരി, ഉണക്കമുന്തിരി, കരിമ്പ്, അങ്ങനെയുള്ള മലര്, ഇതൊക്കെ നല്ലതാണ് ശരീരത്തിന്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. 6156. നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? വയനാട്. 6156. രാത്രി 10:35. ചോദ്യ നക്ഷത്രം. ചോദ്യം എന്താണ് അറിയേണ്ട വിഷയം? ഇപ്പൊ സുഖമില്ലാത്ത ആളാണ് സാർ, കട കാണാത്ത ആളാണ്. ഭാവിയിൽ എങ്ങനെയാണ് 70 വയസ്സായില്ലേ, ഇനി എന്താ ഭാവി ഒന്നിന്? അല്ല, അങ്ങനെയല്ല, സുഖമില്ലാണ്ടാവും. അങ്ങനെ എന്താണ് അസുഖം? പ്രധാനപ്പെട്ട അസുഖം എന്താണ്? അസുഖം ഒന്ന് കണ്ണ് കാണാത്ത തന്നെ. ഓ, 2 കണ്ണ് കാണുന്നില്ല. 10-30 കൊല്ലായി കണ്ണ് കാണാൻ. 2 കണ്ണും കാണുന്നില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. കാലിന് സുഖമില്ല ഇപ്പൊ, അതാണ്. അതറിയാൻ വേണ്ടി. രണ്ട് കണ്ണിനും കാഴ്ച എത്ര ശതമാനം? പൂർണ്ണമായിട്ടും ഇല്ലേ? പൂർണ്ണമായിട്ട് പോയിട്ട് 30-25 കൊല്ലമായി. 25 കൊല്ലമായിട്ട് ഒട്ടും കാഴ്ചയില്ലെന്നാണ് പറയുന്നത് അല്ലേ? ഒന്നുമില്ല, വീട്ടിലിങ്ങനെ ഇരിക്കലാണ്.
അയ്യോ അയ്യോ, അത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെറുപ്പമല്ലേ? അതന്നെ ചെറുപ്പത്തിൽ തന്നെ പോയിന് സാർ. അയ്യോ, കേൾക്കുമ്പോൾ തന്നെ പോർണെ മാറ്റി വെച്ചു, ഒന്നും ഇതായിട്ടില്ല. ശരി. അത് ഉണ്ടാകും. അല്ല, മുജന്മഭാവം ഈ ജന്മത്തിലുള്ള അല്ല, അതന്നെ കഴിഞ്ഞ ജന്മത്തില്. തീരാനായി അങ്ങനെ ചോദിക്കുന്നത്. അല്ല, ഇനിയിപ്പം ആ വിഷയത്തിലൊന്നും വന്ന് ഇനി ഒന്നും മാറ്റം വരാനില്ലല്ലോ. ഇല്ല. ആ, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? അപ്പൊ പിന്നെ പേടിക്കാനില്ല. ഈ ദോഷം നിങ്ങൾ അനുഭവിച്ച് തീർക്കുന്നു, അങ്ങനെ അങ്ങ് പോകും. അത് ഇനിയിപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ശുക്രദശ തുടങ്ങിക്കഴിഞ്ഞു. അല്ല, ഇനിയിപ്പം ശുക്രനൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ അവസ്ഥയാണല്ലോ ഇപ്പം. ഏത് ദശ വന്നാലും പ്രായം 70 കണ്ണിന് കാഴ്ചശക്തിയുമില്ല. അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ഇനി ഏത് ദശ വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിക്കണ്ടേ? ആ, നിങ്ങൾക്ക് ഇല്ല, അതൊന്നുമില്ല. അങ്ങനെ ദൈവാധീനം ഈ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കിടപ്പിലൊന്നും ആയി പോവില്ല. ഇങ്ങനെ അങ്ങ് പോകും. ഒരു 10-14 കൊല്ലം കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. ചെലവിനൊന്നും വിഷമില്ലല്ലോ. അല്ല, അതിനൊന്നും വിഷമമില്ലെന്നാ കാണുന്നത്. സന്താനങ്ങൾക്ക് നിങ്ങളോട് വളരെ കാര്യമാണ്. പിന്നെന്താണ്, അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ശരി. എന്തൊരു കഷ്ടമാണ്. രാവിലെ തന്നെ വന്ന വിളി എന്നെ തളർത്തിക്കളഞ്ഞു. 45 വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയാലുള്ള ബുദ്ധിമുട്ട് എത്രയാണ്. അത് ഇപ്പോൾ പാവത്തിന് 70 വയസ്സ്. 25 കൊല്ലമായിട്ട് കണ്ണ് കാണുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. ജന്മനാ ഇത് എന്താണ് പറയുക, അന്ധത ബാധിച്ചവരാണെങ്കിൽ അത്ര ഇതില്ല. അവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും ഈ നടന്ന് പുറത്തേക്ക് പോകാനൊക്കെ. ഈ ജീവിതത്തിൻ്റെ രണ്ടാം പാതിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രായമായിട്ട് കണ്ണിന് കാഴ്ച ഇല്ലാതാവുന്നതാണ് കുറച്ച് കഠിനമായ ദോഷമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് പിന്നീട് പോകാൻ പറ്റില്ല ഒരാളെ സഹായമില്ലാതെ. കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചയില്ലാതെ വ്യക്തിക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇത് പഠിച്ചെടുക്കും. ഒരു മറ്റൊരു ശക്തി അവരെ മുന്നോട്ട് നയിക്കും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചില ആൾ വടിയൊക്കെ കൊണ്ട് എത്രയോ ദൂരത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എത്രയോ പേരെ. അവർ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല. അവർക്കെന്തോ ഒരു ശക്തി, വേറെ ഒരു 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കും. മുമ്പിൽ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അത് ജന്മനാ ഉള്ളവർക്കാണ്. പിന്നീട് രണ്ടാമത് വരുന്നവർക്ക് ആ കഴിവ് കിട്ടില്ല. അതാണ്. അപ്പോൾ രണ്ടാമത് വരുന്നവരാണ് ഏറ്റവും വിഷമം അനുഭവിക്കുന്നത്. ആർക്കും വരാതിരിക്കട്ടെ. എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ 20%, 30% കാഴ്ചയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊരു നിഴൽ പോലെ ഇങ്ങനെ കാണാൻ പറ്റും. പത്രം വായിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വായന ഒഴിവാക്കേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷെ ഒരു നിഴൽ പോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. കാഴ്ചശക്തി മങ്ങി വരും, പക്ഷേ ചെറിയ ശതമാനം ബാക്കിയുണ്ടാവും. ഇത് കാഴ്ചശക്തി ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് പോവുകയല്ല. 10, 15, 20 അങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഇത് വരും. ചിലർക്ക് കാറ്ററാക്റ്റിൻ്റെ, തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ പൂർണ്ണമായി തിരിച്ചു കിട്ടും. അങ്ങനെയാണല്ലോ നമ്മളെ പഴയ മുഖ്യമന്ത്രി ഇത് പിന്നെ TV കണ്ടില്ലേ, അദ്ദേഹം കണ്ണട ഒഴിവാക്കിയിട്ട്. 80 വയസ്സുള്ള മനുഷ്യനല്ലേ കണ്ണട ഒഴിവാക്കിയത്. ഓപ്പറേഷൻ ചെയ്തിട്ടപ്പോൾ അത് വിജയമായി. പിന്നെ കണ്ണട വേണ്ട. 80-ആം വയസ്സിൽ കണ്ണട ഇല്ലാതെ പത്രം വായിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്.
പക്ഷെ അത്രമാത്രം ഓപ്പറേഷൻ എല്ലാവർക്കും വിജയിക്കണമെന്നുമില്ല ആ പ്രായത്തിൽ ചെയ്താൽ. അതെന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. പിന്നെ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണിൻ്റെ അത് ഏറ്റവും വലിയ ഒരു സംഭവമാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പരിഹാരത്താണ് വിളിക്കുന്നത് സാർ. പരിഹാരം, പറഞ്ഞോളൂ. എന്റെ അനിയന് വേണ്ടിയിട്ടാണ്. ശരി, ആവട്ടെ. 1985 സെപ്റ്റംബർ 16 രാത്രി 2:10. രാത്രി 2:10. നക്ഷത്രം എന്താണ്? അത്ത. ആ, ശരി. എന്താണ് അറിയേണ്ട വിഷയം, പറയൂ. അവന് സ്ഥിരമായിട്ടൊരു ജോലിയൊന്നും ആയിട്ടില്ല, അതുപോലെ കല്യാണം ഒന്നും ആയിട്ടില്ല. കല്യാണമായില്ല, ജോലിയായില്ല. പിന്നെ അമ്മക്കെല്ലാം എപ്പോ അസുഖവും കാര്യങ്ങളും അങ്ങനെയല്ല. അയ്യോ, എല്ലാം വിപരീതമാണല്ലോ പറയുന്നത്. പ്രായമാണെങ്കിൽ 40 വയസ്സായി. കല്യാണ സംബന്ധമായിട്ട് വളരെയധികം ദോഷങ്ങൾ ഇവിടെ ഉണ്ട്. ആ, 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ, വ്യാഴം നീചത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ 7ലേക്ക് ശനിയുടെ ദൃഷ്ടിയും. അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഇത് തന്നെ ധാരാളം. വ്യാഴം ഇങ്ങനെ പിഴച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് പോവുക എന്ന് പറയുന്നുണ്ട്. അതെ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ. അതായത് വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം, വ്യാഴം അഷ്ടമത്തിൽ സ്ഥിതി, വ്യാഴത്തിന് നീചാവസ്ഥ. അപ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ പിഴവ് വന്നു കഴിഞ്ഞു. ഒരു ഗ്രഹം ഇത്രമാത്രം, വ്യാഴഗ്രഹം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം. ആ വ്യാഴം ഇങ്ങനെ പിഴച്ചു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും അല്ലലാണ് പറയുന്നത്. അതാണ്, അങ്ങനെ ഒരു ഭാഷാ ശ്ലോകവുമുണ്ട്. അല്ലെങ്കിൽ എല്ലാറ്റിനും അല്ലൽ ചൊല്ലാം, നല്ലൊരു വ്യാഴം മറയുന്നതാകിൽ എന്നാണ് ഭാഷാ പ്രമാണം. അതായത് വ്യാഴം ദോഷത്തിൽ മറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ വളരെ ബലഹീനനായിട്ടും വളരെ പാപിയായിട്ടും ആ വ്യാഴം മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുമെന്നും ആ വ്യക്തിക്ക് ജീവിതത്തിലൊരു സൗഭാഗ്യത്തിൻ്റെതായ ഒരു സംഭവം ഉണ്ടാവില്ല എന്നും പറയുന്നു. സന്താനങ്ങൾ ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല. ഇതൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുക. അപ്പോൾ ഒന്നും പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഇനിയിപ്പം ആ വ്യാഴത്തിൻ്റെ ദശ കഴിഞ്ഞ് ചിലപ്പോൾ ശനിദശയിൽ, വ്യാഴം മൊത്തത്തിൽ ഇപ്പം വ്യാഴദശയാണ് ഇയാൾക്ക് നടക്കുന്നത്. ആ വ്യാഴദശ ഇനി 33 വരെ വ്യാഴമാണ്. ആ വ്യാഴം തുടങ്ങുന്നത് ഇദ്ദേഹത്തിന് 32 വയസ്സിലാണ്. അതിനു മുമ്പായിരുന്നു കുറച്ചെങ്കിലും നല്ലത്. വ്യാഴം തുടങ്ങിയതിന് ശേഷമാണ് വളരെ മോശമായത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും വ്യാഴം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വ്യാഴമല്ല ഇത്. ഈ കെട്ട മുട്ട പോലെ എന്ന് പറയും ഇങ്ങനത്തെ വ്യാഴത്തിന്. മുട്ട നല്ല സാധനമാണല്ലോ. അത് ചീമുട്ട ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? അതുപോലെ പാല് നല്ല സാധനമാണ്, പാല് അല്ലേ? അത് പിരിഞ്ഞു പോയാൽ പിന്നെ ആ സാധനം എന്തിനും കൊള്ളുമോ? അതേപോലെയാണ് ഈ അത്തരം വ്യാഴമാണിത്. അത് പലർക്കും അതിനറിയില്ല. വ്യാഴത്തിൻ്റെ ദശയല്ലേ എനിക്ക് വരാൻ പോകുന്നതെന്നൊക്കെ വേണമെങ്കിൽ ചില ജ്യോത്സ്യന്മാർ വെറുതെ പറയും. അവർക്കും അറിയാം, ഇതൊന്നും അറിയാത്ത ജ്യോത്സ്യന്മാരില്ല. രാഹുദശ കഴിഞ്ഞാൽ വ്യാഴാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടും. പക്ഷെ സംഭവം അയാൾക്കും തിരിയും. ഇത്രമാത്രം പിഴച്ച വ്യാഴം ഇയാൾക്കൊരു ഗുണവും ചെയ്യില്ലെന്നുള്ള മനസ്സിലാവും. ഇനി ഒരു പ്രതീക്ഷയുള്ളത് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയാണ്. അത് പിന്നെ ഏതാണ്ട് 48 വയസ്സിലാണ് ഇയാൾക്ക് വരിക. ആ സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പോൾ ശനി ഇയാൾക്ക് കൊടുത്തേക്കാം, മേ ബി. വ്യാഴം ഇങ്ങനെ പിഴച്ചു നിൽക്കുന്നതുകൊണ്ട് അതും പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. എന്നാലും ചില മാറ്റങ്ങൾ ഉണ്ടാവും. വ്യാഴത്തിൽ ഇനി ഒന്നും വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല.
പിന്നെ മറ്റേ കാര്യത്തിനോടൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു അല്ലേ പെണ്ണ് കിട്ടില്ല, വെറുതെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നിരാശപ്പെടുത്തുന്നതല്ല നിങ്ങളെ, പിന്നെ പെണ്ണൊന്നും കിട്ടില്ല വെറുതെ. ഇപ്പോൾ അല്ലേ തന്നെ നല്ല എന്താ പറയുക, ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പെണ്ണേ കിട്ടുന്നില്ല. ഇയാൾക്കാണെങ്കിൽ ഇനി ഒരു പെണ്ണിനെ വളച്ചെടുക്കാനുള്ള അതൊന്നും ഇയാൾക്ക് ആ കഴിവുമില്ല. എല്ലാം ചെറുപ്പത്തിലെ പെറുക്കി പോവുക എന്ന് പറഞ്ഞ പോലെ 9ാം ക്ലാസ് മുതലേ നൂലായി പോവുകയാണ്. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ എന്തെന്ന് ചെയ്യാനാണ്? അതൊന്നും എനിക്ക് നിങ്ങളെ ആകളൊക്കെ പറ്റില്ല. ഈ സമയദോഷത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും? എനിക്ക് ചെയ്യാനുള്ളതും പറയാൻ ധൈര്യമില്ല. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടും ഇയാളെ എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെങ്കിലല്ലേ ഞാനത് പറയേണ്ടേ ഉള്ളൂ. പിന്നെ നാരായണ മന്ത്രം ജപിക്കുക, ഗുരുവായൂർ പോവുക. പണം മുടക്കി ചിലവാക്കിച്ചിട്ട് പരിഹാരം പറയാനൊന്നും എനിക്ക് ധൈര്യമില്ല. ഞാൻ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ പാവം പൈസ മേടിച്ചിട്ട് എന്താണ് കാര്യം? ആ പൈസ എനിക്ക് അരി മേടിക്കാൻ കൊള്ളുമോ? ഇയാൾക്ക് പുരോഗമനം വന്നില്ലെങ്കിൽ എൻ്റെ പൈസ എൻ്റെ പോയില്ലേ? ഇന്നലെ വന്ന ഒരു ഭാര്യയും ഭർത്താവിനോട് ഞാൻ പിന്നെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് അവരോട് ഞാൻ പറഞ്ഞു, ആ കുട്ടി അമ്മയാവുന്നില്ല, അവൾക്ക് രാഹുദോഷവുമുണ്ട്. അപ്പോൾ അവളുടെ കൂട്ടത്തിൽ വന്ന് അവളുടെ അമ്മ പറഞ്ഞു, ഏതോ ഒരു ജ്യോത്സ്യൻ ഒരു ഗോമേതകം ധരിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനെ എടുത്ത വഴിക്ക് പറഞ്ഞു, ഈ പിന്നെ വില്ലേജ് ഓഫീസർ പറഞ്ഞ കാര്യമൊന്നും കളക്ടറോട് പറയണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ കളക്ടർ, മറ്റേ ജ്യോത്സ്യം, അതായത് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ്. ഞാൻ ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഈ രത്നത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കളക്ടർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കളക്ടറാണ്, നിങ്ങൾ ഈ വില്ലേജ് ഓഫീസർ പറഞ്ഞ കാര്യം കളക്ടറോട് പറയണ്ട, ഈ കുട്ടിക്ക് നിങ്ങളെ മോക്ക് അമ്മയാവണ്ടേന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു വേണം, അതാണ് പ്രധാന ആവശ്യം. എന്നാൽ പിന്നെ അതിന് ഗോമേത വിട്ടാൽ ശരിയാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾ പുഷ്യരാവും ഗോമേതവും മേടിച്ചോളൂ എന്ന് പറഞ്ഞു. ഏൽപ്പിച്ചു പോയി ഒന്നും മിണ്ടാതെ. അപ്പോൾ അതേപോലെ നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫലം, ഇപ്പം അവളൊരു 2 കൊല്ലം കൊണ്ട് അവൾ അമ്മയാവും. അങ്ങനെ അമ്മയായില്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പിന്നെ ഇതല്ലേ ഇത്, ഞാൻ പിന്നെ പരിഹാരം ചെയ്തത് എനിക്ക് മോശമല്ലേ? അത് എനിക്ക് പേര് ദോഷമായില്ലേ? അത് ഞാൻ നിൽക്കില്ല. എനിക്ക് കർമ്മം ചെയ്താൽ അതിന് ഫലം കാണണം. അല്ലാതെ വെറുതെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പണം ചെലവഴിക്കുന്നത്? ഇയാളോട് നാരായണ മന്ത്രം ജപിക്കാൻ പറയൂ, ഗുരുവായൂരൊന്ന് പോകാൻ പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. ദേവി രക്ഷിക്കട്ടെ, ദേവി രക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഗണപതിക്ക് അങ്ങനെ അഗ്നിയിൽ വാരിക്കോരി കൊടുത്തു. ഒരു വീട്ടിൽ വെച്ചിട്ടൊരു മനുഷ്യൻ, ഞാൻ പണ്ട് 108 തേങ്ങയുടെ ഗണപതി ഹോമമൊക്കെ ചെയ്തതാണ്. അത് സൂര്യകാലടി മന കോട്ടയം, അവരാണ് ഈ ഗണപതിയുടെ ശരിയായ ആൾക്കാർ എന്നാണ് ഞാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലടക്കം അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ബോട്ട് മുങ്ങിയപ്പോൾ ബോട്ട് ഗണപതിയെ കൊണ്ട് പൊന്തിച്ച കഥയൊക്കെ ഉണ്ട് അവരെ കുടുംബത്തിന്. ഇവരുടെ ഇല്ലത്ത് ഇവർ പരിപാലിക്കുന്ന ഗണപതി. അങ്ങനെ സായിപ്പിൻ്റെ ബോട്ട് വേമ്പനാട്ട് കായലിൽ മുങ്ങി. ആ ബോട്ട് പിന്നെ ഉയർത്താൻ ഈ ഗണപതിയെ ഇറക്കി. സായിപ്പ് വന്നിട്ട് ഈ സൂര്യകാലടിയോട് പറഞ്ഞു, ഇതൊക്കെ ചിലപ്പോൾ വെറും കെട്ടുകഥയായിരിക്കാം, അറിയില്ല. കൊട്ടാരത്ത് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ അങ്ങനെ അത്രമാത്രം കഴിവുള്ളവരായിരുന്നു അവർ. പിന്നെ അതിപ്പോൾ നമ്മുടെ അടിയേരി മഠത്തിനെ കൊണ്ട് പോലും പറയുന്നുണ്ട്, അത് നശിച്ചു പോകാൻ കാരണം അതുകൊണ്ടാണെന്ന്. മന്ത്രമൂർത്തികളെ വെച്ചിട്ട് ഈ നമ്മളെ കണ്ണൂർ ഭാഷയാണ് നാട്ടി നടുക എന്ന് പറയും. അതായത് ഞാറ് നടിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പൂരി തലേന്ന് രാത്രി ഈ ഞാറെടുത്തിട്ട് വയലിൽ ഇട്ടു. നമ്മളെ കണ്ണൂർ ഭാഷ കണ്ടത്തിലിട്ടു. വയലിലിട്ടപ്പോൾ അത് മുഴുവൻ നാട്ടി നടാൻ, അതായത് ഈ ഞാറ് നടാൻ ഏൽപ്പിച്ചു മൂർത്തികളെ. ഇവർക്കിത് അറിയില്ല. നമ്പൂരി രാത്രി ആയതുകൊണ്ട് തിരിച്ചു കുത്തി ഞാറിൻ്റെ പിന്നെ വേര് മേലേക്കും ഇലകൾ താഴേക്കുമായിട്ടാണ് മൂർത്തികളെ ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം പോയിട്ട് നമ്പൂരി ഇവരെ വഴക്ക് പറഞ്ഞു, ഈ മന്ത്രമൂർത്തികളെ. അങ്ങനെ അവർ തിരിച്ചു കുത്തി.
അങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ മഹാമാന്ത്രികനായ ഒരു അടിയേരി മഠത്തിലെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഈ പട്ട് നിലത്ത് വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഗണപതി ഹോമം നടത്തിയിട്ട് ആ പട്ടെടുത്ത് മുട്ടിയിട്ട് ഇങ്ങനെ ചുമലിലിട്ടിട്ട് പോകും പോലും ബാക്കിയുള്ളവർ കണ്ണും തള്ളി നിൽക്കുമെന്ന്. അതായത് ഒരു പട്ടിൽ ഗണപതി ഹോമം നടത്തുക, ഗണപതി ഹോമം ഇതൊക്കെ ചിലപ്പോൾ എന്താ പറയുക, ഈ താവഴി ഇങ്ങനെ കർണാകർണകിയ ഇങ്ങനെ പല കഥകളും പഴയ കാലത്ത് ഇങ്ങനെ കേൾക്കുമല്ലോ. അതാണ് പണ്ട് ഒരു നക്സലൈറ്റുകാരനോട് ഞാൻ പറഞ്ഞ പോലെ അടിയേരി മഠത്തുനിന്ന് ചക്ക കട്ട പോലെ ആവും നിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താണ്, അവരും ഞാൻ തമ്മിലുള്ള സുഹൃത്തുക്കളാണ്. എനിക്കും അന്ന് കുറച്ച് നക്സലിസത്തോടൊക്കെ താല്പര്യമുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു അടിയേരി മഠത്തുനിന്ന് ചക്ക കടിച്ച. അപ്പോൾ അവൻ ചോദിച്ചു അല്ല നീ എന്താ പറയുന്നത്, അടിയേരി മഠത്തുനിന്ന് ചക്ക കെട്ട്, അത് അടിയേരി മഠത്തുനിന്ന് ചക്ക കേൾക്കുന്നവനെ ആരായിരിക്കും? ഞാൻ പറഞ്ഞു ചക്ക കേൾക്കുന്നവൻ പാവപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഈ നിൻ്റെ ദൈവത്തിന് ചക്ക കേൾക്കുന്നവനെ വിഷമിപ്പിക്കലാണോ പണി? അടിയേരി മഠത്തുനിന്ന് ചക്ക കേട്ടിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അവന് തിരിയാതെ പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഈ നക്സലൈറ്റുകാരൻ എന്നോട് ചോദിക്കുന്നത് നിൻ്റെ ദൈവം ഇത്ര മോശക്കാരനാണോ? ഒരു ചക്ക പറിച്ച ഒരുത്തനെ, വിശന്നിട്ട് ചക്ക പറിച്ചെടുത്ത ഒരുത്തനെ വഴിതെറ്റിക്കുന്ന ആളാണോ നിൻ്റെ ദൈവം? അത് എന്നെ വല്ലാതെ ഇതാക്കിയ ഒരു ചോദ്യമാണത്. ശരിയല്ലേ? ദൈവത്തിന് അതാണോ പണി? വിശക്കുന്നവൻ്റെ കൂടിയല്ലേ ദൈവം വേണ്ടത്? അപ്പോൾ ആ കഥയുണ്ടാക്കിയ ആൾ എന്തോ അബദ്ധം പറ്റിയതായിരിക്കാം. പിന്നെ ഞാൻ ചിന്തിച്ചു ദൈവം അങ്ങനെ ചെയ്യൂലല്ലോ. ഒരു വിശന്നൊരു മനുഷ്യന് ഒരു ചക്ക എടുത്തതിന് അത് ഏത് അടിയേരി മഠത്തുനിന്ന് എടുത്താലും അതിനെന്ത് വന്നിരിക്കുന്നു? അപ്പോൾ അങ്ങനെ അവരുടെ അങ്ങനെ ആ ഇല്ലം അന്യം നിന്ന് പോയി. കാട്ടുമാടം, അടിയേരി പിന്നെ കാളകാട്, പുല്ലഞ്ചേരി, അങ്ങനെ 4 ഇല്ലക്കാരാണ് മലബാറിലുള്ള ഏറ്റവും ഭയങ്കരന്മാർ. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിട്ട് ഇവരുടെ ആധിപത്യമാണ് പ്രധാനമായിട്ടും. അതിൽ കാട്ടുമാടം ആണ് ഈ മറ്റേ ഇതിൻ്റെയൊക്കെ മാടായിക്കാവിൻ്റെയൊക്കെ തന്ത്രം. അങ്ങനെ ഈ ഇല്ലക്കാർക്കാണ് പൊതുവെ, ഈ 4 ഇല്ലക്കാർക്കാണ്. അതിൽ അടിയേരി മഠം അന്യം നിന്ന് പോയി. ഒരൊറ്റ സന്തതി പരമ്പരകളും ഇല്ലാതെ പുരുഷന്മാർക്കാണ് അവരുടെ പാരമ്പര്യം. പുരുഷന്മാർ ഇല്ലാതെ അടിയേരി മഠം അസ്തമിച്ചു പോയി. അവിടെ ഇപ്പം പുതിയതായിട്ട് ആറളത്ത് അടിയേരി മഠം ക്ഷേത്രമൊക്കെ പൊന്തി വന്നു. അത് നാട്ടുകാരുടെ കമ്മിറ്റിയൊക്കെ കൂടിയിട്ടാണ്. ഒരു കോൾ ഉണ്ട്, ശേഷം അതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പരിഹാരം, പറഞ്ഞോളൂ. 12-11-93. ഉച്ചക്ക് 12:04. ചിത്തിര? അതെ. ആരുടേതാണ്? മോൻ്റെതാണ്. എന്താണ് മകനെ കുറിച്ചുള്ള? മകൻ പുറത്തു പോയി. അവിടുത്തെ ലൈസൻസ് ഇപ്പോഴേ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ലൈസൻസോ? ഡ്രൈവിംഗ് ലൈസൻസ് ആണോ പറയുന്നത്? അതൊക്കെ കിട്ടും. അതൊക്കെ യാഴും അങ്ങനെ ജോലിച്ച് നിൽക്കുകയല്ലേ, എല്ലാം പെട്ടെന്ന് ശരിയാവും. അതെ, 2 പ്രാവശ്യം പോയിട്ടും ആയില്ല. അത് നോക്കണ്ട നിങ്ങൾ. ഇപ്പല്ലേ എൻ്റെ നാവൊന്ന് പറഞ്ഞത്? എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞോ? എന്നാ പിന്നെ അതങ്ങോട്ട് ഉറപ്പിച്ചാൽ മതി. ഇനി എന്താ? എന്താണ് ഇനി ഇന്ദുലാലും പറഞ്ഞില്ലേ, ഇനി അത് ശരിയാക്കേണ്ട പണി ആരുടെയാണ്? എൻ്റെ ദേവിയുടെ അല്ലെങ്കിൽ എൻ്റെ ഗണപതിയുടെ അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ അതൊന്നും എന്നോട് ചോദിക്കണ്ട, അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ആദ്യം ചോദിച്ച കാര്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു, അതൊക്കെ.
കല്യാണത്തിനൊന്നും 7-ാം ഭാവാധിപൻ നീചത്തിലാണ്, മകരലഗ്നക്കാരനാണ്, എപ്പോഴാണ് പെണ്ണ് കിട്ടുക എന്നും പറയാൻ പറ്റില്ല. ഇവനാണെങ്കിൽ ചില സമയം കല്യാണത്തോട് താല്പര്യമില്ലാത്തൊരു വർത്തമാനവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവനൊരു കൃത്യമായ താല്പര്യത്തിലേക്ക് ഇവൻ ഇനിയും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ്റെ പെണ്ണ് റെഡി ആയിട്ടുണ്ടോ? ആ ശരി, എന്നാ ഞാനൊന്നും പറയുന്നില്ല. അതെങ്ങനെ ലൈനായതാണോ? എന്നാ പിന്നെ ഭയങ്കരനാണല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. 7-ാം ഭാവാധിപൻ നീചത്തിൽ ബലഹാനിയാണ്. 7-ാം ഭാവാധിപൻ അമാവാസി യോഗത്തിൽ നിൽക്കുകയാണ്. ചന്ദ്രൻ മകരലഗ്നമാണ്. അതുകൊണ്ട് കല്യാണത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ അവര് തമ്മിൽ നല്ല അറ്റാച്ച്മെന്റിലല്ലേ ഉള്ളത്. പിന്നെന്താണ് നിങ്ങൾ നെഗറ്റീവ് ചോദിച്ചത് എന്തിനാണ്? അല്ല, അത് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് പിന്നെ വീട് ഒരുങ്ങുന്നവരെ നിൽക്കോ ഇപ്പോഴത്തെ ഇതല്ലേ? ഒന്നും പറയാനാവില്ലല്ലോ. ഇപ്പോന്ന് പറഞ്ഞ ഈ വീടിന്റെ പണി തേപ്പ് കഴിയണ്ട, അതിനേക്കാളും മുമ്പിൽ മറ്റേ തേപ്പ് കഴിയുമോന്ന് അറിയില്ലല്ലോ. ഈ തേപ്പ് കഴിയാ ആ പെണ്ണ് കാത്തു നിൽക്കോ അതോ ആ പെണ്ണിവനെ തേക്കോ എന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടത്തെ നമ്മളെ കാലത്തുള്ള പോലെ പ്രേമത്തിന് ദൃഢതയില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഏതായാലും ചിലപ്പോ നിങ്ങൾ ഈ വ്യാഴം നല്ല ശക്തിയിൽ നിൽക്കുന്നത് കൊണ്ടും പൊതുവെ ഇവനൊരു കടന്ന ബുദ്ധിക്കാരനാണ്. അതുകൊണ്ട് ഇവൻ എങ്ങനെയാണ് ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ആ ബുദ്ധി വെച്ചിട്ട് ഇവൻ കൈകാര്യം ചെയ്യുമായിരിക്കും. ഇവൻ ഭയങ്കര ബുദ്ധിമാനാ നിങ്ങളുടെ മകൻ. പത്താള ബുദ്ധിയാ, തനി രാവണൻ. മോഹൻലാൽ മറ്റേ ഇത് പറഞ്ഞതുപോലെ, തിലകം പറഞ്ഞ പോലെ മോഹൻലാലിനെ കൊണ്ട്. അപ്പോൾ ഈ അത് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവന്. പക്ഷെ കല്യാണ സംബന്ധമായിട്ട് ദോഷമുണ്ട്. അത് പക്ഷെ എൻ്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അതിനെ നെഗറ്റീവ് ആക്കുന്നില്ല. പിന്നെ ഈ മറ്റേ ആദ്യം ചോദിച്ച കാര്യം അത് ഉറപ്പാണ്. ഇത് ജാതകാലുള്ള കുഴപ്പമാണ്. പിന്നെ 8 കൊല്ലം വരെയാണ് ഇതിൻ്റെ ദോഷമെന്ന് പറയുന്നത്. ആ ദോഷത്തിൻ്റെ കണക്കിപ്പം തീരാൻ പോവുകയാണ്. അത് 25 വയസ്സാണ് ജ്യോതിഷത്തിൻ്റെ കണക്ക് പ്രകാരം കല്യാണപ്രായം. ഇപ്പം 33 വയസ്സാകാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പം തന്നെ നമ്മളെ ജ്യോതിഷത്തിൻ്റെ കണക്കിൽ വൈകി കഴിഞ്ഞു കല്യാണം. അപ്പോൾ അന്നേരം നമ്മൾ പിന്നെ ഇനി ആ ദോഷങ്ങൾ തീർന്നു കിട്ടുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലത് തന്നെ വരട്ടെ. അവൻ ഹെവി ഡ്രൈവർ ആവട്ടെ, വലിയ ആളാവട്ടെ, സാമ്പത്തികമായിട്ട് ഉയരട്ടെ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ സൂര്യകാലടീനെ കൊണ്ടുവന്ന് ഞാൻ ഒരു കാലത്തല്ല 6 കൊല്ലം മുമ്പേ ഞാൻ വലിയ ഗണപതി ഹോമെല്ലാം ചെയ്തു. പക്ഷേ ഈ എന്താണ് പറയുക, നമ്മളിപ്പോൾ അവരുടെ പാരമ്പര്യമൊക്കെ ശരി തന്നെ. പക്ഷേ എനിക്ക് നേരെ വന്നു പോയത്, പക്ഷെ അത് അവരുടെ കുറ്റമല്ല. അവർ വന്നു പോയി 6 മാസം കഴിഞ്ഞപ്പോൾ ആണ് കൊറോണ വന്നു. അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊറോണ വന്ന എല്ലാവരും നാട്ടിലും ആർക്കും തന്നെ ഒരു പരിപാടിയില്ലാതെ കുറേ കാലം വിഷമിച്ചു പോയില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം സൂര്യകാലടി വന്ന് 108 തേങ്ങയുടെ ഗണപതി ഹോമെല്ലാം നടത്തി. 150 പേര് പങ്കെടുത്തിരുന്നു. അതൊക്കെ എല്ലാം മംഗളമായിട്ട് ഞാൻ എന്ത് ദൈവിക കർമ്മം ചെയ്യുമ്പോഴും അതിന് ദൈവം എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. അത് മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണെന്ന് അറിയുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ അങ്ങനെ ആ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നത്. വലിയ ചിലവുള്ളേ. അവർക്ക് തന്നെ അന്ന് ദക്ഷിണ കൊടുത്ത് തന്നെ 10-25,000 രൂപ കോട്ടയത്ത് നിന്ന് വരുന്നതല്ലേ. നമ്മളതൊക്കെ നോക്കി ചെയ്യണ്ടേ. 3-4 പേരും ഇതിൻ്റെ തേങ്ങ മുറിക്കാൻ തന്നെ വേണ്ടേ. കൊട്ടത്തേങ്ങ മുറിച്ചിടാൻ തന്നെ എത്രയാളെ പണിയാണ്. അതല്ല, അതിനുവേണ്ടി കുറേ നമ്പൂരിമാരൊക്കെ അയാൾ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതിന് കണക്കായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്നും കുഴപ്പമില്ല. എല്ലാം മംഗളമായിട്ട് കൊടുത്തു വിട്ടു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ജനങ്ങൾക്കൊക്കെ വന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നും ആകെ ഇതായിപ്പോയി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ കൊണ്ട് എന്നിട്ട് കൊറോണ വന്നിട്ട് ഞാനെന്തോ ഇന്ന് വരെ കൊറോണ കാലത്ത് ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടൊന്നുമില്ല. അല്ല പറയുക,
ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, നമ്മൾ ദൈവിക കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ മുടക്കുന്ന കാശ്, ചില ആൾ പറയും ഇത് വെറുതെ തീയിൽ കൊണ്ട് ഇട്ടിട്ട് ഇതാക്കുന്നു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. അതിനോടൊപ്പം മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. അതാണ് മാനവസേവ തന്നെ മാധവസേവ. നമുക്ക് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, ഒപ്പം കുറേ പേർക്ക് ഇത് വീട്ടിലേക്ക് കൊടുത്തു വിടാൻ പറ്റും. ഇത്രയും നല്ല വൈറ്റമിൻസ് അടങ്ങിയ കാര്യങ്ങൾ കർക്കിടക മാസം വയറിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്, ഹവിസ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജഠരാഗ്നി, നമ്മുടെ ഈ വയറിൽ ഒരു അഗ്നിയുണ്ടല്ലോ, ആ അഗ്നിക്ക് ഭയങ്കരമായോ ഇങ്ങനെ ഉള്ള സമയമാണ് കർക്കിടം. കർക്കിടത്തിൽ വിശപ്പ് കൂടുതലായിരിക്കുമല്ലോ, അത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം ഈ അഗ്നി കൂടുതലായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ജഠരാഗ്നി അത് എന്താണോ പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം, പഞ്ചഭൂതാത്മകവുമാണ് നമ്മുടെ ശരീരവും. വായു, നമ്മളെ വയറ്റിലും വായു ഉണ്ടല്ലോ, അതാണല്ലോ നമ്മൾ ഇടക്കിടക്ക്. അപ്പോൾ അതേപോലെ അഗ്നി, ആ അഗ്നിയാണ് ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ 5 പഞ്ചഭൂതങ്ങൾ നമ്മുടെ അതാണ് മാക്രോകോസം മൈക്രോകോസം എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ട പിണ്ടാണ്ട സങ്കല്പം അത് കുറച്ച് കടന്ന ഇതാണ്. എന്താണോ ഈ പ്രപഞ്ചത്തിലുള്ളത് അത് തന്നെ, അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ മനുഷ്യരും. പക്ഷെ അത് മാക്രോകോസവും മൈക്രോകോസവും തിരിച്ചറിഞ്ഞവർ വളരെ കുറവാണ്. കുറച്ചെല്ലാം ഇങ്ങനെ ക്വാണ്ടം ഫിസിക്സൊക്കെ പഠിച്ചാൽ, ഞാനൊന്നും പഠിച്ചിട്ടൊന്നും പറയുന്നതല്ല, ഇങ്ങനെ വെറുതെ തട്ടുക, ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഏതായാലും അങ്ങനെ ആ കർമ്മം ഒന്ന് ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ല സൽക്കർമ്മം ചെയ്തു എന്നുള്ള സമാധാനം. ഏതായാലും ഇപ്പം അതിൻ്റെ 5-1 പോലും മിനിഞ്ഞാന്ന് കൊടുത്തില്ല, 18 തേങ്ങ മാത്രമേ കൊടുത്തുള്ളൂ. അതിൽ കുറഞ്ഞിട്ടൊന്നും എന്നെപ്പോലെയുള്ളൊരു മനുഷ്യൻ കൊടുക്കാൻ പാടില്ലല്ലോ. ഗണപതിയല്ലേ, മഹാഗണപതി. ആ ഗണപതിക്കൊരു വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ പോലും 2 തേങ്ങയുടെ ഗണപതി ഹോമം ചെയ്യുന്നു. ഞാൻ ഇത്രയും വലിയ ദിവസവും ഗണപതിനെ വിളിക്കുന്ന ഞാനൊരു 18 തേങ്ങയും കൊടുക്കണ്ടേ? അത് കൊടുത്തു, അന്തസ്സിൽ തിന്നിട്ട് പോയി. വളരെ സംതൃപ്തനാണ്. അതിൻ്റെ അടയാളങ്ങൾ എന്നെ കാണിച്ചു തന്നു. എന്തോ ആവട്ടെ, അതൊന്നും പറയുന്നില്ല, രഹസ്യമാണ്, എല്ലാം പറയാൻ പറ്റില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തില്ലങ്കേരി. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 6/3/1998. 6/3/98 അല്ലേ? സമയം 12:27. നിങ്ങളുടെ തന്നെയാണോ? എന്താണ് എന്താണ് അറിയേണ്ട വിഷയം? ജോബിന്റെ. ജോബ് ഇപ്പം ചെയ്യുന്നില്ലേ? പൂർണ്ണതയില്ല. ഓ, ഒരു പൂർണ്ണതയില്ല. അല്ല, പൂർണ്ണത ഇപ്പോൾ എവിടെയാണുള്ളത്? പൂന്തിങ്കളിൽ പങ്കമണച്ചതാതാവ് അപൂർണതയ്ക്ക് വിരചിച്ച് വിശ്വമെന്നല്ലേ? മനോഹരമായ ചന്ദ്രക്കലയിൽ ചളിയുള്ള പോലെ തോന്നും നമ്മൾ പൗർണമിയായെന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ഈ ഡ്രൈവറെ പണി എന്താ മോശ? സ്വന്തം വണ്ടിയായില്ലേ? പിന്നെന്താണ്, സ്വന്തം വണ്ടിയാണെങ്കിൽ ഏത് വണ്ടിയാ? ടാക്സിയാണോ? കാറ്, ഓട്ടോ. ശരി, കാറിലേക്ക് മാറിക്കോളൂ. ഇപ്പോൾ നല്ല സമയമല്ലേ? അല്ല, നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ്. 3 മാസമായിട്ട് നിങ്ങൾക്ക് സമയം തെളിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? കുറച്ചൊരു പൈസയിലെല്ലാം മാറ്റം വരുന്നില്ലേ? അതായത് പിന്നെ ഇങ്ങനെ വേക്കൻസി വരുന്നുണ്ട്, പക്ഷേ നല്ല തട്ടിമാറ്റി.
ഏത് ഗൾഫിലേക്കോ? ഗൾഫിന്റെ അതെ ഇങ്ങനെ പുറത്തേക്ക് വേറെ ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെ അനിയ, ഞാൻ പറയുന്ന കേൾക്കും. അനിയ നിൽ, ഞാൻ പറയുന്ന ജഗതി പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കേൾക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ സമയം തെളിഞ്ഞിട്ട് 3 മാസമായി, സംഭവങ്ങൾ ഒരു 6 മാസം കൊണ്ട് നിങ്ങളുടെ കഥകളെല്ലാം മാറി വരും. ഇത് ഉറപ്പിച്ചിട്ടുള്ള വർത്തമാനമല്ലേ? നിങ്ങൾക്കറിയില്ല എൻ്റെ സ്വഭാവം. 6 മാസത്തിനുള്ളിൽ നിങ്ങളെ കഥ മാറുന്നേ. നിങ്ങളൊന്ന് സമാധാനപ്പെട്. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവും. ഒരു പേടിയും വേണ്ട. ശരിയായ ചാൻസ് നിങ്ങളെ മുമ്പിലേക്ക് ഒഴുകി വരും. വരും. ഇത് ഇന്ദുലാലാണ് പറയുന്നത്. അതെ ആവട്ടെ. ഇത് ഇപ്പൊ ഞാൻ പറയുന്ന 3 മാസമായിട്ടുള്ളൂ ഏറ്റവും നല്ല തെളിച്ചം വന്നിട്ട്. ഇനി 6 മാസം കൊണ്ട് കാര്യം ഓക്കെ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്ക് എൻ്റെ വർത്താനം, എനിക്ക് എന്തെങ്കിലും ദേവി തന്നിട്ടുണ്ടോ ഇല്ലയോ. വെയിറ്റ് ആൻഡ് സി. ഓക്കെ, 6 മാസം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ എന്നെ വിളിക്കൂ. നിങ്ങൾ പറഞ്ഞെല്ലാം തെറ്റിയെന്ന്. പക്ഷേ അന്നേരം ഞാൻ അതിനുള്ള എന്താ വേണ്ട ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഏതായാലും കർക്കിടത്തിൽ അങ്ങനെ ഗണപതിയെ പ്രീതിപ്പെടുത്തി, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് അത് പിന്നെ ഈ സമയം പത്മത്തിൽ പത്മം ഇട്ടിട്ട് ദേവിയെ വിളിച്ചു വരുത്തി ദേവിക്ക് വേണ്ടത് ചെയ്യുക എന്നുള്ളൊരു കർമ്മവും കൂടിയുണ്ട്. ഇതൊക്കെ പിന്നെ ദേവിയുടെ കാര്യം ഞാൻ എൻ്റെ ഭവനത്തിൽ വെച്ച് എല്ലാ ദിവസവും ദേവിക്ക് ഇങ്ങനെ നിവേദ്യം അർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതുകൊണ്ട് അത് തന്നെ ധാരാളമാണ്. എങ്കിലും ഈ ബ്രാഹ്മണൻ്റെ കർമ്മങ്ങൾ അതാണല്ലോ. അത് ഞാൻ പണ്ട് നമ്പൂരിമാരോട് ഉടക്കിയിട്ടും കൂടിയുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിചാരമുണ്ട്. ദ്വിജവൃന്ദ നിഷേവിത എന്ന് ദേവിക്ക് ലളിതാശ്രാമത്തിലൊരു പേരുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്നോട് കളിക്കണ്ടെന്നൊക്കെ ഞാൻ നമ്പൂരിമാരുമായിട്ടൊക്കെ കോർക്കും. ആ വാക്കിൻ്റെ അർത്ഥം ദ്വിജൻ, 2ാം ജന്മം എടുത്തവൻ. അത് ഉപനയനം കൊണ്ട് നമ്പൂതിരിക്ക് കിട്ടുന്നു എന്നാണ്, ബ്രാഹ്മണന് കിട്ടുന്നു എന്നാണ് അവരുടെ അല്ല, അതിൻ്റെ ശാസ്ത്രം അതാണ്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2ാം ജന്മം എടുത്തവൻ. അപ്പോൾ നമ്മളെല്ലാം ഒറ്റ ജന്മം എടുക്കുന്നു, അവർ ഉപനയനത്തിലൂടെ ഒരു ജന്മവും കൂടി. അതാണ് അതിൻ്റെ ബേസിക്കായ തത്വമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. ഇപ്പോൾ ഞാനും പലതും അംഗീകരിക്കുന്നില്ല. രാമായണത്തിൽ പോലും ഭാർഗവൻ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അതിനൊന്നും അങ്ങനെ ബ്രാഹ്മണന് അങ്ങനെ വല്ലാതൊരു ഇതുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നുമില്ല. അങ്ങനെ അന്നത്തെ കാലത്തെ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത് ബ്രാഹ്മണനെ മേധാവിത്വം നിലനിർത്താൻ തന്നെയാണ്. അത് ഇക്കാലത്ത് പ്രസക്തമല്ല. അക്കാലത്തും തെറ്റായിരുന്നു അത് വേറെ കാര്യം. അത് ഞാൻ പറയേണ്ട കാര്യം പറയേണ്ട പോലെ പറയും. പക്ഷേ ഈ ദൈവികമായ പാരമ്പര്യം അവർക്ക് തന്നെയാണ്, അത് സംശയമില്ല. ഒരു ആശാരി പരമ്പരയാ ഉള്ള ഒരു വിശ്വകർമാവ് ഭവനം പണിയുമ്പോൾ അവൻ്റെ ആ പണിക്കൊരു പ്രത്യേകതയുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാൽ അവൻ്റെ ജീനിലൂടെ വന്ന് ആ മരത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള. മറ്റ് കാസ്റ്റിൽപ്പെട്ടവർക്ക് ആ പണി എടുത്തുകൂടാന്നില്ല. പക്ഷേ മറ്റേതിൻ്റെ അത്ര ഫിനിഷിങ് കാണുന്നില്ല. പല അനുഭവത്തിലൂടെയും ഞാൻ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ജീനിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്പൂതിരി കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതില്ലെന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് എന്താണ് കാര്യം. ഇപ്പം അതേസമയം ഞാൻ ഏറ്റവും ഭയങ്കരം ദൈവികമായ കഴിവുള്ള ഒരാളായിട്ടാണ് രാകേഷ് തന്ത്രിയെ കാണുന്നത്. പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകനാണ്, ഈഴവനാണ്. സുപ്രീം കോടതിയിൽ പോയിട്ട് അബ്രാഹ്മണർക്ക് തന്ത്രം വേണമെന്ന് കേസ് ബാധിച്ച് ജയിച്ചവനാണ്. അപാര കഴിവുള്ള കുടുംബമാണ്. അത് ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് അപൂർവം. അത് നാരായണ ഗുരു അനുഗ്രഹിച്ചതാ പോലും. അദ്ദേഹത്തിൻ്റെ അച്ഛനെ അനുഗ്രഹിച്ചതാണ് പോലും. നാരായണ ഗുരുവൊക്കെ അനുഗ്രഹിച്ചാൽ പിന്നെ ബാക്കിയുള്ള പിന്നെ അങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു കോളുണ്ട്. ഹലോ.
ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാമന്തളി. രാമന്തളി, പറഞ്ഞോളൂ. 28/11/98, രാത്രി 7:10. ഒന്ന് വോളിയം കുറക്കും, എന്തോ ഒരു 28/11/98. ആ, രാത്രി 7:10. ആ, രാത്രി 7:10. ഓക്കെ. പൂരട്ടാതി നക്ഷത്രം അതെ, ആരുടേതാണെന്ന് പറഞ്ഞില്ല. മോളതാണ്. എന്താണ് മോളെ കൊണ്ട് വിഷയം? മോള് അത് കുംഭക്കൂറാണ്. അല്ല, മീനക്കൂർ. മീനക്കൂറാ. ആ, എന്താണ്? അത് അറിയാൻ വേണ്ടിയാണ്. ജോലി ഒരു നല്ലതായിട്ടില്ല പഠിച്ചിട്ട്. ആ, അതിന് മാറ്റം കിട്ടുമോ, ഉയർച്ച കിട്ടുമോന്ന് അറിയാൻ വേണ്ടി. അല്ല അവിടുന്ന് സ്ഥലം മാറേണ്ടി വരുമോന്ന്. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇപ്പൊ ഫാർമസിയില്. ആ, ഏത് കോഴ്സാണ് ചെയ്തത്? കോഴ്സ് പിന്നെ മറ്റേ ബിഫാം കഴിഞ്ഞ് എംഫാം. ആ, എനിക്ക് തോന്നി. അത് എവിടെയായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്ന വിദേശത്താണ്. ആ, പിന്നെ എന്താണ്? ഒന്നും ഒരു മെച്ചം ആയിട്ടില്ല. ആ, മെച്ചമായില്ല അല്ലേ? ശരി. ആവാൻ സാധ്യത ഉണ്ടാ? ഓ, ആവാൻ സാധ്യതയുണ്ട്. ആവാൻ അടുത്ത് തന്നെ സാധ്യതയുണ്ട്. അതെ. ആ, ഇപ്പം ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് സമയം തെളിഞ്ഞത്. അപ്പോൾ നമ്മൾ എത്ര ദിവസമായി? അത്രയല്ലേ ആയുള്ളൂ. 23 ഒരു 19 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും വളരെ വേഗത്തിൽ തന്നെ സംഗതി നിങ്ങൾക്കതിൻ്റെ അനുഭവങ്ങളുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവളുടെ ജാതകത്തിൽ ശനി പിഴച്ചതാണ്. അപ്പോൾ ശനി കർമ്മപതിയും കൂടിയാണ്, കർമ്മകാരകനും കർമ്മപതിയുമൊക്കെ ആയ ഈ ജാതകത്തിൽ കർമ്മപതിയാണ്, ഒപ്പം കർമ്മത്തിൻ്റെ കാരകനും ശനിയാണ്. ആ ശനി 12-ാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുക, 9-ൻ്റെയും 10-ൻ്റെയും അധിപനാണ്. അപ്പോൾ ഭാഗ്യഹാനി ഉണ്ടാവുമെന്നും അതേപോലെ കർമ്മത്തിൽ പ്രതീക്ഷിച്ച രൂപത്തിൽ മുന്നേറാൻ കഴിയില്ലെന്നും ഒരു ദോഷമുണ്ട്. അതിനെ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കണം. അതിന് ഇന്ദ്രനീലമാണ് ധരിക്കേണ്ടത്. അത് നിങ്ങൾ ഒന്ന് വന്ന് നേരിട്ട് വന്ന് കണ്ടിട്ട് അത് അവൾക്ക് എത്തിച്ചു കൊടുത്താൽ കഥകൾ മാറി വരും അത്ര ഉറപ്പിച്ച് ഞാൻ പറയുന്നു. നിങ്ങളത് എന്നെ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ ഒന്ന് ബന്ധപ്പെടുക. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാനത് 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് അല്ല, അതുപോരാ പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. ആ, ഞാനത് എന്താണ് ഞാനിവിടെ കണ്ടിട്ടുള്ളതെന്നുള്ള ഈ ഒരു തടസ്സം മാറാൻ പെട്ടെന്ന് ചെയ്യാൻ അവിടെയുള്ള വിദേശത്തുള്ള ഒരു പെൺകുട്ടിക്ക് യു എയിലാണോ ഉള്ളത് അവള്? ആ, അവിടെ ഇഷ്ടംപോലെ ആൾ പോകുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ ഞാൻ 4-5 പേർക്ക് ഈ ആഴ്ച തന്നെ കൊടുത്തു വിട്ടു. അതുകൊണ്ട് അത് അവിടത്തേക്ക് ഇഷ്ടംപോലെ ആളെ കിട്ടുമല്ലോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അത് പെട്ടെന്ന് തീർക്കണം ആ ദോഷം. അത് ഈ ജാതകത്തിലെ ഒരു ഡ്രോബാക്കാണത്. നമുക്കതിനെ പരിഹരിക്കാതെ എങ്ങനെയാണ്? പിന്നെ ബാക്കിയുള്ള മന്ത്രം ചൊല്ലലൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ലല്ലോ. അതിനൊന്നും കുട്ടിക്ക് സമയവുമില്ല അതിനൊന്നും. അപ്പോൾ അതൊന്നും ശരിയാവില്ല. ഈ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ആ ദോഷം പരിഹരിക്കാൻ പറ്റും. കല്യാണം കുറച്ചുകൂടി പിന്നെ എൻ്റെ ഒരു വിലയിരുത്തൽ കല്യാണത്തിന് ഇപ്പം ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. ആ, ഇതിൻ്റെ അകത്ത് ഉയർച്ച വന്നാൽ പിറ്റേ ദിവസം കല്യാണം നമുക്ക് ശരിയാക്കാമല്ലോ. പെണ്ണിന് ഡിമാൻഡ് ജാസ്തിയല്ലേ, ആണിനല്ലേ പെണ്ണിനെ കിട്ടാതെ. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കണ്ടയില്ല നിങ്ങൾ. ഇവളെ ഉയർച്ച വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞ പോലെ നമുക്ക് കല്യാണത്തിൻ്റെ കാര്യം സെറ്റാക്കാമല്ലോ. പെണ്ണ് തയ്യാറാന്ന് പറഞ്ഞ് ഒരു പച്ചക്കൊടി കാണിക്കല്ലേ വേണ്ടു, പിറ്റേ ദിവസം കല്യാണമല്ലേ. ആണിന് പെണ്ണിനെ കിട്ടാനില്ല, എന്തെങ്കിലും ചെയ്യുക. വലിയ കഷ്ടത്തിലാവുള്ള ചെറുപ്പക്കാർ. ഈ പയ്യാവൂർ പഞ്ചായത്തിൽ രജിസ്റ്റർ നടത്തിയിട്ട് നിങ്ങൾ അറിയില്ലേ, 25,000 2,500 3,000 മറ്റോ ആണുങ്ങൾ രജിസ്റ്റർ ചെയ്തു, 250 പെൺകുട്ടികൾ പോലും ഇല്ല. അങ്ങനെ പരിപാടി അവർ ക്യാൻസലാക്കി.
പഞ്ചായത്ത് ക്യാൻസലാക്കി. അതായത് സമൂഹ വിവാഹം നടത്താൻ വേണ്ടി പയ്യാവൂർ പഞ്ചായത്ത്, നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ശ്രീകണ്ഠാപുരത്തിൻ്റെ അപ്പുറമുള്ള പയ്യാവൂർ പഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ തന്നെ കുറേ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു, സമൂഹ വിവാഹം. പക്ഷേ രജിസ്റ്റർ ചെയ്തത് 3000-ഓളം ആണുങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 250 പെൺകുട്ടികൾ പോലും രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ കല്യാണം വിജയിക്കുക? സമൂഹ വിവാഹം വിജയിക്കൂലല്ലോ. അതുകൊണ്ട് അവർ പരിപാടി ക്യാൻസലാക്കി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിപ്പം പിന്നെ 4 ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വായിച്ചതാണ് ഞാൻ. അപ്പോൾ അതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പെൺകുട്ടികൾക്ക് ഡിമാൻഡ് ജാസ്തിയാണ്, ആണിനാണ് പെണ്ണിനെ കിട്ടാത്തത്. പിന്നെ ചിലതെല്ലാം നൂലായി പോവാണ് ചെറിയ പ്രായത്തിൽ. ഏഴ് ശനിയൊന്നും അങ്ങനെയൊന്നും ഇവളെ ബാധിക്കുന്നില്ല. ഏഴ് ശനിയെല്ലാം പാപികളെ ബാധിക്കുന്നതല്ല. ഇവളങ്ങളെ ചെറിയ മോളെ എന്ത് പാവം ചെയ്യുന്നു, അതൊന്നും നിങ്ങളെ വലിയ പ്രശ്നമാക്കണ്ട കേട്ടോ. അടുത്ത ഏറെ ശനിക്കാ പിടിക്കുക ഇവളെ. അപ്പോഴൊക്കെ ഇവള് കുറെ പാവം ചെയ്യും. ഇനിയുണ്ട് ഒരു ശനി വരാൻ 30 കൊല്ലം കഴിഞ്ഞിട്ട്, അന്നേരം പിടിക്കും. ഇപ്പൊ ചെറിയ പെൺകുട്ടിയല്ലേ, എന്ത് പാവം ചെയ്യാൻ പറയുന്ന മനസ്സിലായി. ഏറെ ശനി ആട് നിന്നോട്ടേന്ന്, ഏറെ ശനി ആയാലും ശനിയുടെ പണിയെടുക്കട്ടെ. അത് നമ്മൾ ഈ പിടിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. ബുധന്റെ ദശയാണല്ലോ, ദശ ബുധന്റെ ആണല്ലോ. ഏറെ ശനിയൊന്നും കയറി ഇവളെ ചെറിയ രൂപത്തിൽ ബാധിക്കുമെങ്കിലും വലിയ രൂപത്തിലൊന്നും ബാധിക്കില്ല. അതിനും കൂടിയാണല്ലോ ഞാൻ മറ്റേ പരിഹാരം പറഞ്ഞത്, ഇന്ദ്രനീലം. നിങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവത്തിലൊന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കൂ ഈ പരിപാടി കഴിഞ്ഞാൽ. ബുധന്റെ ദശ 36 വരെ, 2036 വരെ. അപ്പോൾ നമുക്ക് ആ ഏറെ ശനീൻ്റെ ഇനി നിങ്ങളെ പ്രകാരം ശനിയുടെ ദോഷങ്ങൾ മാറ്റാം, ജാതകത്തിലെ ദോഷം മാറ്റാം, ഏറെ ശനിയുടെ ദോഷവും മാറ്റാം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഏറെ ശനിയുടെ ദോഷങ്ങൾ അത് ഒരു ഭാഗത്ത്, ശനി ജാതകത്തിൽ തന്നെ വേർച്ച് കിടക്കുന്നത് അത് വേറെ കാര്യം. ഇങ്ങനെ മൊത്തത്തിൽ അതിനെയൊക്കെ പരിഹാരത്തിലൂടെ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ എന്താണ്, പിന്നെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്ക് അവർക്കും ബന്ധപ്പെടാൻ നല്ല എല്ലാ തരത്തിലുള്ള പരിഹാരങ്ങളും. ഈ മന്ത്രവാദത്തിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ അത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി. അതൊക്കെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ദൈവിക കർമ്മങ്ങളല്ലാതെ മറ്റു കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ആളൊന്നുമല്ല ഞാൻ. അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുക, എല്ലാവർക്കും അറിയാം. പരിഹാരം വേണ്ടവർക്ക് എന്നെ ബന്ധപ്പെടാം, അതുപോലെ ബലം അറിയേണ്ടവർക്കും ബന്ധപ്പെടാം. പിന്നെ ഓൺലൈനിൽ ജാതക ബലം പറയേണ്ടവർക്ക് അങ്ങനെയും സൗകര്യമുണ്ട്. ഏതിനും അതൊക്കെ നിങ്ങളുടെ സൗകര്യപ്രകാരം ചെയ്യുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.